പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 138:3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ ഉമ്പലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയം നിങ്ങളെല്ലാവരെയും പ്രത്യേകം കാത്തുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് ആമുഖമായി നൽകിയ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സങ്കീർത്തനം 138:3. സങ്കീർത്തൻ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരമരുളി. എങ്ങനെയാണ് ഉത്തരമരുളിയത്? അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം നമ്മൾ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ, മാലാഖമാരുടെ കൂട്ടായ്മയിൽ, തിരുസഭയുടെ കൂട്ടായ്മയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാകട്ടെ, ഒരുപക്ഷെ വചനം കേൾക്കാൻ പറ്റാത്ത വിധം ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥയാകട്ടെ, സാരമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ഒരു അഭിഷേകാഗ്നി എപ്പിസോഡ് കാണുമ്പോൾ കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണം. അതുപോലെ ഒരു തകർന്ന മനസ്സുമായിരിക്കുന്ന അവസ്ഥയായിരിക്കട്ടെ, വിഷമിക്കരുത്. ഒരുപക്ഷെ മനസ്സിൽ പലതരത്തിലുള്ള ചങ്ങലകൾ പോലെ പിരിമുറുക്കമുള്ള ഒരവസ്ഥയാണെന്ന് വിചാരിക്കട്ടെ, ഭയപ്പെടരുത്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ അവിടുന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ ധൈര്യം പകർന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കുറച്ച് സമയം കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ, ആരാധന, ആരാധന. ഓ കർത്താവേ,
അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. വലിയ കൃപ നിറയട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, വലിയ ശക്തി നിറയട്ടെ, വലിയ വിടുതൽ ഇപ്പോൾ പ്രാപിക്കട്ടെ. അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ. ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരുണയോടെ കടാക്ഷിക്കട്ടെ കർത്താവേ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധത്തിരിക്കുന്നവർ ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ ഇരിക്കുന്നവർ ഇപ്പോൾ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ വലിയ കൃപയാൽ വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, വചനം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, വലിയ ഉണർവോടെ ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, വളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങളിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ ഞങ്ങൾ നീട്ടണമേ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല 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 ഹല. ആരാധന ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവെ സ്പർശിക്കണം. ഓരോ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മനസ്സുകളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവേ, കണ്ണുനീരിന്റെ വിഷയങ്ങൾ അവിടുന്ന് കാണണമേ കർത്താവേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ അവിടുന്ന് തുറക്കണമേ കർത്താവേ. ഓ ദൈവമേ, അവസാന പ്രതീക്ഷ എന്നതുപോലെ കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ അവിടുന്ന് സ്പർശിക്കണേ കർത്താവേ. ഓ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, അവങ്ങളുടെ കരുണ കൊണ്ട് ഇടപെടണേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, അവങ്ങളുടെ കരുണ കൊണ്ട് ഇടപെടണേ കർത്താവേ. കുട്ടിമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, യുവതി യുവാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ, ബാലിക ബാലന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ, ദമ്പതികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, മാതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പൊ തുറക്കപ്പെടട്ടെ. ഹല 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 ഹല. വലിയ കൃപ നിറയട്ടെ, ശാന്തത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സ്നേഹം നിറയട്ടെ, കൃപ നിറയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം മറന്നത് ഓർമ്മയിൽ വെക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 5:17. കൊരിന്തോസ്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലൊരു വചനമാണിത്. വചനം പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി കഴിഞ്ഞു, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞാൻ ഓർക്കാണ്, വളരെ നാളുകൾക്ക് മുമ്പ് ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ അച്ഛൻ ഈ പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരികയാണ്. അതായത്, ഒരു രാജ്യത്ത് ചീത്ത ഫിലിംസിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു 3 പേര് മാനസാന്തരപ്പെട്ടു. അവർ കർത്താവിൻ്റെ വചനം കേട്ട് അവർ മാനസാന്തരപ്പെട്ട് അവർ വലിയ കൃപ കൊണ്ട് നിറഞ്ഞ് അവർ നല്ല ക്രൈസ്തവ ജീവിതത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവർ കർത്താവിൻ്റെ വേലക്കാരായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ അവർ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തതിന് പോകുന്നതിനിടയിൽ ചില ചാനൽ പ്രവർത്തകർ അവരെ ഇൻ്റർവ്യൂ ചെയ്യാണ്. ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചാനലിൽ ഒരു എപ്പിസോഡ് പോലെ സംപ്രേഷണം ചെയ്യാൻ അവർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ശ്ലാഘിച്ചു പറഞ്ഞു, അവരവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരു ചാനൽ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ചെയ്ത പരിപാടികളൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലോ,
അവർ 3 പേരും ഒരുമിച്ച് മറന്നു പറഞ്ഞു. ആര്? ഞങ്ങളോ? ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചാനൽ പ്രവർത്തകർ അല്ല, നിങ്ങളിങ്ങനെ പണ്ടേ കുറച്ചിങ്ങനെ ആയിരുന്നല്ലോ. അവർ പറഞ്ഞു ഞങ്ങളോ? ഞങ്ങൾ ഓർക്കുന്നില്ല. അവർ പറഞ്ഞു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പറഞ്ഞു ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവിന്റെ വലിയൊരു ദൂത് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ നൊമ്പരങ്ങൾ, കഴിഞ്ഞ കാലത്തിന്റെ വേദനകൾ, കഴിഞ്ഞ കാലത്തിന്റെ തകർച്ചകൾ, കഴിഞ്ഞ കാലത്തിന്റെ പാപത്തിന്റെ അവസ്ഥകളോട്ട് നൊമ്പരപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൈസ്തവ ജീവിതം. ഉദാഹരണം പറഞ്ഞാൽ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. പുഴ ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആ വെള്ളത്തിന്റെ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നോക്കിയാൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഒഴുകി പോയി കഴിഞ്ഞു. ആ വെള്ളം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല, പിന്നെ അവിടെ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് പാസ്റ്റിനെ ഓർത്ത് നൊമ്പരപ്പെടാനുള്ളൊരു ജീവിതമല്ല, മറ്റ് ഫ്യൂച്ചർ കണ്ടുകൊണ്ട് പ്രത്യാശയിൽ ജീവിക്കാനുള്ള ഒരു ജീവിതമാണെന്ന് വചനം പഠിപ്പിക്കുക. പ്രത്യാശയിൽ ജീവിക്കാനുള്ള ജീവിതമാണെന്ന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് റോമ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 6, അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിന്റെ പുതുമയിൽ, നിയമത്തിന്റെ പഴമയിലല്ല, നാം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. അപ്പോൾ കർത്താവ് നമ്മളെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നത് ഇനിയും പഴയ പാപത്തിന്റെ അടിമത്വത്തിന്റെ ഓർമ്മയിൽ നിലനിൽക്കാൻ വേണ്ടി അല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ ജീവിത ശൈലിയിൽ തുടരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചുള്ള വലിയ ഒരു അപകടമെന്ന് പറയുന്നത് ഈ പഴയകാല ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ, അല്ലെങ്കിൽ പഴയകാല ജീവിതത്തിന്റെ പാപത്തിന്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ പഴയകാല ജീവിതത്തിലെ ചില പ്രത്യേക തരത്തിലുള്ള കടന്നുപോയ ചില അവസരങ്ങൾ, അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പുതിയതിലേക്ക് കയറാൻ പറ്റാത്ത അനേക ജീവിതങ്ങളെ ഞാൻ കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, നീ എന്തിനായി പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത്? ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ, കാരണം അങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനകത്ത് വലിയൊരു കെണിയുണ്ട്, വലിയൊരു അപകടമുണ്ട്. അത് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിന്, ഹീബ്രോസ് ചാപ്റ്റർ 11 വേഴ്സ് 15, വചനം നമുക്ക് ഇങ്ങനെ വായിക്കാം. തങ്ങൾ വിട്ടുപോന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ അടിമത്തുനിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അടക്കമുള്ള അനേക ജനവിഭാഗങ്ങളെ കുറിച്ച് ഹെബ്രായ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുക. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ഓർത്തിരുന്നത്. എവിടെ? പുതിയ സ്ഥലത്താണ് താമസിക്കുന്നത്, കാനാൻ ദേശത്താണ് താമസിക്കുന്നത്. പുതിയ ഇസ്രായേൽ, പുതിയ ദേശത്ത്, പുതിയ സാഹചര്യങ്ങൾ, പുതിയ അഭിഷേകത്തിൽ, പുതിയ കൃപയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ അവർ എത്തിച്ചേടുമായിരുന്നു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കഴിഞ്ഞ കാലങ്ങളിൽ നീ വിട്ടുപോകുന്ന പാപബന്ധങ്ങളെ കുറിച്ച് നീ ചിന്തിക്കരുത്. കഴിഞ്ഞ കാലങ്ങൾ വിട്ടുപോകുന്ന പാപത്തിന്റെ ചില അടിമത്തങ്ങൾ നീ ചിന്തിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില തകർച്ചകളെ കുറിച്ച് നീ ചിന്തിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ വിട്ടുപേക്ഷിച്ച് പോകുന്ന ചില തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്കരുത്. കാരണം അതിനെ പഠിപ്പിക്കുകയാണ്, വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച്, പഴയതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വീണ്ടും എത്തിച്ചേരുമായിരുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളവരല്ല, മറിച്ച് ആത്മാവിന്റെ പുതുമയിൽ പുതിയ മനുഷ്യൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇത് തന്നെ പഴയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യേശയ്യാ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായത്തിലാണ്. യേശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും.
ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശയ്യാ പ്രവചനത്തിലൂടെ കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത ഒരു കാലഘട്ടത്തിൽ പല തരത്തിലുള്ള 1-ാം പ്രമാണ ലംഘനം, 6-ാം പ്രമാണ ലംഘനം തുടങ്ങിയുള്ള പല പാപ പ്രവർത്തികളും ചെയ്ത് അവർ അടിമത്തത്തിലേക്ക് പോയി, അവർ പാപാവസ്ഥയിലേക്ക് പോയി, അവർ തകർച്ചയിലേക്ക് പോയി, അവർ ദുരിതത്തിലേക്ക് പോയി. എന്നിട്ട് കർത്താവ് അവരെ തിരികെ കൊണ്ടുവരികയാണ്, ഒരു പുതിയ ജനതയായിട്ട് വീണ്ടെടുക്കുകയാണ്. അപ്പോൾ യേശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അതിൻ്റെ അർത്ഥം എന്നാ? ഓർത്താൽ പലപ്പോഴും നമ്മൾ പരിഗണിക്കും, അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക പോലും ചെയ്യരുത്. കർത്താവിനോ പറയാ, നിങ്ങളിങ്ങനെ പാപം ചെയ്തിരുന്നുവെന്നോ, നിങ്ങളിങ്ങനെ അടിമത്തത്തിലായിരുന്നുവെന്നോ, നിങ്ങളിങ്ങനെ കൽപ്പന ലംഘിച്ചെന്നോ, നിങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചുവെന്നോ, നിങ്ങൾ ഇതേപോലെയുള്ള പാപ പ്രവർത്തികൾ ചെയ്തിരുന്ന ജനമാണെന്ന് നിങ്ങൾ ഓർക്കരുത്. കർത്താവ് പറയാ, അത് ഓർക്കുക ചെയ്യരുത്, പരിഗണിക്കുക പോലും ചെയ്യരുത്. അങ്ങനത്തെ ചിന്ത വന്നാൽ പോലും അത് വേണ്ട. പിന്നെ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു, നിന്നെ പുതുതാക്കാൻ വേണ്ടി പോവാണ്, നീ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി മരുഭൂമിയിലെ വിജന പ്രദേശത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ഇതാ മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ മുളയെടുക്കാത്തതിനൊരു കാരണം മുളയെടുക്കാഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഈ മുള പൊട്ടൊന്നും നീ അറിയുന്നില്ല. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ചില മേഖലകളിൽ, ചില ഓർമ്മകളിൽ നീ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് പുതിയ കാര്യം കർത്താവ് ചെയ്യുന്നത് പോലും അറിയുന്നില്ല. കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? ഓരോ പ്രഭാതത്തിൽ കർത്താവിന്റെ സ്നേഹം പുതിയതാണെന്നല്ലേ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഹെബ്രായ ലേഖനത്തിൽ തന്നെ ഇതിന് ഈ വചനഭാഗത്തെ കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്ന ഒരു വചനഭാഗം ഹെബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹെബ്രായ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ്. ഹീബ്രൂസ് 8:12. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാതെ എന്നേക്കും നിലകൊള്ളുന്ന കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ അനീതികളുടെ നേർക്ക്, നിങ്ങളുടെ പാപങ്ങളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. എന്നിട്ട് പറയാ, നീ ഏറ്റു പറഞ്ഞ, നീ അനുദപിച്ച, നീ കുമ്പസാരിച്ച, നീ തീരുമാനമെടുത്ത നിന്റെ പഴയ പാപങ്ങളെ കുറിച്ച് ഒരിക്കലും ഒരിക്കലും ഞാൻ ഓർക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഞാൻ അപേക്ഷയായിട്ട് നിങ്ങളോട് പറയാ. എനിക്കൊരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ദൈവം മറന്നത് ഓർമ്മയിൽ വെക്കരുത്. ദയവ് ചെയ്ത് ദൈവം മറന്നത് നമ്മൾ ഓർമ്മയിൽ വെക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മറന്നത് ഓർമ്മയിൽ വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കെണിയാണ്. അതുകൊണ്ട് ഹെബ്രായ ലേഖനം വീണ്ടും ശക്തമായിട്ട് ഹെബ്രായ ലേഖനം വീണ്ടും അത് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 10:17. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. കർത്താവ് പറയാണ്, ഞാൻ ഒരിക്കലും ദൈവം മറന്നു കളഞ്ഞു, ദൈവം മറന്നു കളഞ്ഞു. ദൈവം മറന്നാൽ പിന്നെ അത് ആർക്കെങ്കിലും ഓർക്കാൻ കഴിയും? ദൈവം എന്നേക്കുമായിട്ട് മറന്നു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വാസ്തവത്തിൽ നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. മറിച്ച് നീ ഒരു പുതിയ സൃഷ്ടിയാണെന്നൊരു ബോധ്യം നിനക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ വചനത്തെ തുടർന്ന് പഠിക്കാൻ വേണ്ടി പോണത്. ആദ്യം കണ്ട വചനത്തിന്റെ താഴേക്ക് വരുന്ന ഭാഗം അത് വെളിപ്പെടുന്നുണ്ട്. എന്തിനാണ് നീ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത്? എന്തിനാണ് നീ ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുന്നത്? അത് നമ്മൾ വായിക്കുന്നത് 2 Corinthians 5:18. 2 Corinthians chapter 5:18. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞങ്ങളെ ക്രിസ്തു വഴി ദൈവത്തോട് രമ്യതപ്പെടുത്തുകയും, യേശുക്രിസ്തുവിന്റെ പീഡാസഹനം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി പിതാവായ ദൈവം നമ്മളെ ദൈവത്തോട് തന്നെ രമ്യതപ്പെടുത്തി. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് മാറ്റുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് മാറണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക്, കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ നമ്മളെ നിന്ന് കർത്താവ് മാറ്റിക്കളഞ്ഞു. ദൈവം മാറ്റി നിന്നെ പുതിയ സൃഷ്ടിയാക്കി. കർത്താവ് മറന്നു കളഞ്ഞു. എന്തിനാ? നീ ഒരു രമ്യതയുടെ ശുശ്രൂഷകനായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും രമ്യതയുടെ ശുശ്രൂഷയായിട്ട് മാറണം. അപ്പൊ നമ്മുടെ മനസ്സിൽ സംശയം വരും, എങ്ങനെയാണ് ഈ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുക? ആ രമ്യതയുടെ ശുശ്രൂഷ എങ്ങനെ ചെയ്യുന്നത്? തൊട്ടു താഴത്തെ വാക്യത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:19 വചനം. 2 കൊരിന്ത്യർ 5:19 വചനം പഠിപ്പിക്കുന്നു, അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ എന്താണ് രമ്യതയുടെ സന്ദേശം? രമ്യതയുടെ സന്ദേശം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ നമ്മളെ ദൈവത്തോട് രമ്യതപ്പെടുത്തി. ഇതാണ് രമ്യതയുടെ സന്ദേശം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുമ്പസാരക്കോൾ ഏറ്റു പറയുന്ന പാപങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അനുദപിക്കുന്ന പാപങ്ങൾ, ഈ പാപങ്ങൾ ദൈവം നമുക്കെതിരെ പരിഗണിക്കാതിരുന്നത് കൊണ്ടല്ലേ നമ്മൾ ദൈവത്തോട് രമ്യതപ്പെട്ടത്. ദൈവ തെറ്റുകൾ പരിഗണിച്ചായിരുന്നെങ്കിലോ? കർത്താവ് പറഞ്ഞു, ഞാനത് പരിഗണിക്കുന്നില്ല, ഞാനത് ഓർക്കുന്നില്ല, ഞാനത് വിട്ടുകളഞ്ഞു, ഇനി എനിക്കത് ആ കാര്യത്തിന് ഓർമ്മിക്കണ്ട, കുറ്റബോധം വേണ്ട, നിരാശ വേണ്ട, സങ്കടം വേണ്ട. ദൈവം പറയുകയാണ്. ഇങ്ങനെ ദൈവം അത് ഓർക്കാതെ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞത് കൊണ്ടാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ രമ്യതപ്പെട്ടത്. ഇനി കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നീ എന്നോട് രമ്യതപ്പെട്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് മാറണം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ കുടുംബത്തിൽ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് മാറണം. നീ സമൂഹത്തിൽ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് മാറണം. നീ ഇടവകയിലും നീ കോൺവെന്റിലും നീ എവിടെയാണ് വ്യാപരിക്കുന്നത് അവിടെയെല്ലാം രമ്യതയുടെ ശുശ്രൂഷ. മനുഷ്യൻ തമ്മിൽ രമ്യത, ദൈവവും മനുഷ്യൻ തമ്മിൽ രമ്യത, കുടുംബാംഗങ്ങൾ തമ്മിൽ രമ്യത, രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുന്നവനായിട്ട് മാറണം. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എന്തിനാ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത്? രമ്യതയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രമ്യതയുടെ ശുശ്രൂഷ നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കരുത്. നിനക്കൊരു രമ്യതയുടെ ശുശ്രൂഷകനായി മാറണമെങ്കിൽ മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കരുത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നത് നീ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യരുടെ തെറ്റുകൾ പരിഗണിക്കാതിരുന്നാലേ രമ്യതപ്പെടാൻ വേണ്ടി പറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ തെറ്റുകൾ പരിഗണിക്കാതിരുന്നുകൊണ്ട് നമ്മൾ ദൈവവും തമ്മിൽ രമ്യതപ്പെട്ടു. ദൈവം പരിഗണിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ കോൺവെന്റിൽ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള ആളുടെ തെറ്റുകൾ പരിഗണിക്കാതിരുന്നാലേ രമ്യതപ്പെടാൻ പറ്റുള്ളൂ, പുതിയ സൃഷ്ടിയാകാൻ പറ്റുള്ളൂ, പുതിയ ജീവിതം ഉണ്ടാകുള്ളൂ. പക്ഷെ പ്രശ്നം എന്താ? എപ്പോഴും നമുക്ക് പരിഗണന വരുന്നത് എന്താ സഹോദരങ്ങളെ? മറ്റുള്ള തെറ്റുകൾ. ഒരു ഫാമിലി കൗൺസിലിംഗ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫാമിലി കൗൺസിലിംഗ് ആണെങ്കിൽ എൻ്റെ സഹോദരൻ ഭാര്യയും ഭർത്താവും വെച്ചിട്ട് പ്രശ്നമാണെന്ന് കരുതുക. എന്താ കൗൺസിലിംഗ് പറയുന്നത്? എന്നാൽ ജീവിത പങ്കാളിയുടെ ഓരോരോ കാര്യങ്ങൾ, തെറ്റുകൾ ഓരോന്ന് എടുത്തെടുത്ത് അങ്ങോട്ട് പറയല്ലേ ചെയ്യുന്നത്. കുടുംബത്തിൽ ഇഷ്ടക്കേട് വന്നെന്ന് കരുതുക. ഒരു ഇഷ്ടക്കേട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളിയുടെ തലമുറയുടെ മുകളിലുള്ള ആൾക്കാരുടെ മുകളിൽ ഓരോ കുറവുകളും ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. ശരിയല്ലേ? നിന്റെ മനസ്സിനൊന്ന് മുറിവേറ്റോ, നിന്റെ മനസ്സിനൊന്ന് നൊമ്പരമുണ്ടായി. എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ കാല ജീവിതത്തിലെ മറ്റുള്ളവർ വേദനിപ്പിച്ച് ഓരോ സംഭവങ്ങളെ പാത്രം അടുക്കി വെക്കുന്ന പോലെ ഇങ്ങനെ നിരത്തി വെക്കുകയല്ലേ. ആ സമയത്ത് എന്തൊരു ഓർമ്മയാ! കഴിഞ്ഞ കാല ജീവിതത്തിലെ മറ്റേ വ്യക്തി ചെയ്ത എല്ലാ തെറ്റുകളും നമുക്ക് ആ സമയത്ത് ഓർമ്മയെ വരും. അത്രയും ഓർമ്മ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ IAS കിട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ശുശ്രൂഷ വരണമെങ്കിൽ, ഒരു പുതിയ കാര്യം നാമ്പെടുക്കണമെങ്കിൽ, ഒരു പുതിയ സംഗതി ഉണ്ടായി വരണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ മുള പെട്ടണമെങ്കിൽ ദൈവം പറയുകയാണ്, നീ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യണം. നീ രമ്യതയുടെ ശുശ്രൂഷ ചെയ്യണം. പാമ്പിന്റെ പടം പൊഴിഞ്ഞ് അതങ്ങോട്ട് പോയാലല്ലേ പുതിയത് വരുള്ളൂ. ഒരു കഴുകന്റെ ജീവൻ ചിന്തിച്ചു നോക്കാം. ഒരു കഴുകൻ തന്റെ ശരീരത്തിലുള്ള പപ്പും അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നഖവും അതിന്റെ ചുണ്ടും എല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞു കഴിയുമ്പോഴല്ലേ ഒരു പുതിയ കഴുകനായിട്ട് ഇത് വരുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മ വ്യക്തമായിട്ട് പഠിപ്പിക്കുക, ദൈവം നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ദൈവം കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നില്ല, ദൈവം കഴിഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല, ദൈവത്തിന് പരിഗണന വിഷയമേ അല്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാണ്, നീ രമ്യത, ഞാൻ കാണിച്ചു തന്ന ഈ രമ്യത ശുശ്രൂഷ നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നീ അവിടെ നീ ചെയ്യണം.
അതിന് ഒരു മാർഗം കർത്താവ് പറഞ്ഞു. എന്താ കർത്താവ് പറഞ്ഞ മാർഗം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മറ്റുള്ളവരുടെ കുറവുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ ശുശ്രൂഷ ചെയ്ത് നീ ഒരു പുതിയ സൃഷ്ടിയായ മാത്രം പോരാ, മറിച്ച് നീ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആത്മാവിന്റെ പുതിയ ഒരു ജ്വലനമുള്ള ആളായിട്ട് മാറണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അതിന് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തുറന്നു വന്ന ആരാധന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പരിഗണിക്കാത്ത കർത്താവിന് മുമ്പിൽ നന്ദിയോടെ നിൽക്കുന്നതിൻ്റെ ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ളവരെ തെറ്റുകൾ പരിഗണിക്കാത്ത ഒരു രമ്യതയുടെ ശുശ്രൂഷയെ മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അനന്തകാരുണ്യനിധിയായ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നന്ദിയോടെ കരങ്ങൾക്ക് ഒപ്പാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞ് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് ഞങ്ങളുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് മറന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവമേ, രമ്യതയുടെ ശുശ്രൂഷ ചെയ്യാൻ തക്കവിധം കർത്താവെ ഞങ്ങളെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. പലപ്പോഴും കർത്താവെ, കുടുംബാംഗങ്ങളെയും ചുറ്റുമുള്ളവരെയും തെറ്റുകളും കുറ്റങ്ങളും പലപ്പോഴും ഓർമ്മയിൽ വരും. അതിൽ പലപ്പോഴും നിരത്തി വയ്ക്കുന്നൊരവസ്ഥ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതെല്ലാം പരിഗണിക്കാതിരിക്കാൻ, അതെല്ലാം മറക്കാൻ കർത്താവ് രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് തന്നെ പറ്റുകയില്ല. അങ്ങയുടെ ശക്തി, അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്നേഹം കർത്താവ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ചുറ്റുമുള്ളവരുടെയും പഴയ കാര്യങ്ങളും പഴയ പാപങ്ങളും പഴയ കുറ്റങ്ങളും മറക്കാതക്ക വിധം ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഈ ആശ്രയ സമയത്ത് ഒരുമിച്ച് വിളിക്കുന്നു. രക്ഷക കർത്താവേ, ഒരുമിച്ച് വിളിക്കുന്നു. രക്ഷക കർത്താവേ, രോഗികൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ, നാഥനേ കർത്താവേ, നാഥനേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ.